കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി. സംസ്ഥാനത്തെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂരിൽ തുടക്കം കുറിച്ചു. എ ക്ലാസ് മണ്ഡലമായി BJP വിലയിരുത്തുന്ന തൃശ്ശൂരിൽ മഹിളാ സംഗമത്തോടെ പ്രചാരണ രംഗത്തേക്ക് BJP ഇറങ്ങി. മോദി തരംഗത്തിൽ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ താമര വിരിഞ്ഞിട്ടും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് കേരളം. കാറ്റ് എല്ലാം കൊണ്ടും അനുകൂലമായി വീശുമ്പോൾ അവസാനവട്ട ശ്രമത്തിലാണ് BJP. അതിന് ഗതിവേഗം പകരാൻ നരേന്ദ്രമോദിയോളം പോന്ന മറ്റാരുമില്ല. പാതക്കിരുവശവും തടിച്ചുകൂടിയ പതിനായിരങ്ങൾ, ആവേശം വാനോളമുയർത്തിയ റോഡ് ഷോ, വനിതകൾ തിങ്ങിനിറഞ്ഞ സമ്മേളന നഗരി, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളുടെ നിര സദസ്സിൽ. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രചാരണം ആരംഭിച്ച സുരേഷ് ഗോപി സമീപം. ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയെ തുണച്ച വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് ശക്തന്റെ മണ്ണിൽ കത്തിക്കയറി നരേന്ദ്രമോദി. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी युडे गारंटी. ക്രിസ്മസ് വിരുന്നും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെ വിജയവും പരോക്ഷമായി സൂചിപ്പിച്ച് രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി നൽകി. ശബരിമല വിഷയം ഓർമ്മിപ്പിച്ചും കേന്ദ്ര അവഗണനയിൽ അക്കമിട്ട് മറുപടി പറഞ്ഞും ഒരു ഭാഗത്ത് അടിമുടി രാഷ്ട്രീയ പ്രസംഗം. വനിതാ സംവരണ ബില്ലെന്ന തുറുപ്പുചീട്ട് കൂടി ഇറക്കി വനിതകൾക്കൊപ്പമെന്ന് അടിവരയിട്ടു പ്രധാനമന്ത്രി. ജയിക്കാൻ സ്ത്രീ മനസ്സ് കീഴടക്കുകയെന്ന കുറുക്കുവഴി തേടുകയാണ് BJP. LDF UDF की सरकारों ने नारी शक्ति को कमजोर माना. लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा. लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സ്ത്രീ വോട്ടർമാരാണ് BJPയെ വിജയത്തേരിലേറ്റിയത്. കേരളത്തിൽ കുറഞ്ഞപക്ഷം തൃശ്ശൂരിലെങ്കിലും BJP ഈ മാജിക് പ്രതീക്ഷിക്കുന്നുണ്ട്. കണക്കുകൂട്ടി തന്നെയാണ് കളികൾ. 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമായെന്നാണ് BJPയുടെ അവകാശവാദം. അതിൽ അല്പം കഴമ്പുണ്ട് താനും. പ്രധാനമന്ത്രിയെപ്പോലും ആവേശഭരിതനാക്കുന്നതായിരുന്നു പരിപാടിയിലെ വനിതാ പങ്കാളിത്തം. സമ്മേളനത്തിൽ BJP നേതാക്കളും ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാപ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, ശോഭന എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. കേരളം പിടിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങണമെന്നത് മാറ്റി തൃശ്ശൂരിൽ നിന്നും തുടങ്ങുകയാണ് BJP. സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുള്ള സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും മോഡി ഫാക്ടറും ചേർന്നാൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി. സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് തൃശ്ശൂരിനെ ഇളക്കി മറിച്ചാണ് പ്രധാനമന്ത്രിയുടെ മടക്കം. വനിതകൾക്കൊപ്പം നരേന്ദ്രമോദി ഉണ്ടെന്ന ഉറപ്പായിരുന്നു പ്രസംഗത്തിൽ ഉടനീളം നൽകിയത്. ഹിന്ദി ഹൃദയഭൂമിയിലെ മാജിക് ശക്തന്റെ മണ്ണിൽ നടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. എസ് ശ്രീകാന്ത്, 24 തൃശ്ശൂർ. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തോടെ തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറക്കുമോ? ഈ ചോദ്യമാണ് നമ്മൾ ജനങ്ങളോട് ചോദിച്ചത്. അവർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഒരു കാര്യമില്ല, വെറും ഷോ മാത്രമാണ്. കിട്ടും തോന്നുന്നുണ്ടോ? ഒരു ഗോപി എടുക്കൂല, കേരളത്തിൽ ഒരു സീറ്റും തുറക്കൂല, ഒന്നും സംഭവിക്കൂല, ഇവിടെ ജയിക്കൂല. പക്ഷെ അക്കൗണ്ട് ഒന്നും തുറക്കാൻ കഴിയൂല. അതിന്റെ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷോ അല്ലെങ്കിൽ വലതുപക്ഷോ അങ്ങനെ പോവുള്ളൂ. ചാൻസ് മൊത്തത്തിൽ കുറവാണ്. സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷയെ കുറിച്ച് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയമല്ലേ, മാറി മറിഞ്ഞു വരികയല്ലേ. സാധ്യതകൾ ഉണ്ടാവാം. ഇത്രയും BJP ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സാധ്യതകളും കാണും. സീറ്റ് കിട്ടുന്നതാണ്, ഉറപ്പായിട്ട് കിട്ടുന്നത്. സുരേഷ് ഗോപി നല്ല ഇതല്ലേ, നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഒരു തരത്തിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിക്കില്ല. കേരളം മതനിരപേക്ഷതയുടെ ഭൂമിയാണ്. പിന്നീട് കേരളത്തിനകത്ത് ഇപ്പോൾ തൃശ്ശൂരിൽ
മോദി റാലി നടത്തിക്കൊണ്ട് അവിടെ 2 ലക്ഷത്തോളം സ്ത്രീകളെ അണിനിരത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ സംവരണത്തെക്കുറിച്ചും ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യത്ത് 18,000 ആളുകൾ കൊല ചെയ്യപ്പെട്ട മണിപ്പൂരിലെ കലാപത്തിന് ഇപ്പോഴും ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. 2 യുവതികളെ നഗ്നരാക്കി നടത്തിച്ച മണിപ്പൂരിലെ വാർത്ത കേരളം മുഴുവൻ കണ്ടതാണ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം BJPക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനം കിട്ടാത്തതാണുള്ളത്. ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് BJPക്ക് കേരളത്തിലൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ ഒരിക്കലും BJP ഗവൺമെൻറ് അക്കൗണ്ട് തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാക്ഷര കേരളത്തെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇനി അത് ആവർത്തിക്കാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. വന്നുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്ന പ്രതീക്ഷയല്ല. പക്ഷേ കേരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും നിർണായക ശക്തിയുള്ള പ്രദേശമാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.